ജീവിതത്തിന് ജീവൻ ഉണ്ടാകുന്നത് അത് ആസ്വദിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ്. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാം എന്ന് വെച്ചാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, ഇല്ലെങ്കിൽ മരണം കൊണ്ടുപോകും. ഉറപ്പില്ലാത്ത നാളേക്ക് വേണ്ടിയാണ് പലരും ഇന്നത്തെ പകൽ നഷ്ടമാക്കുന്നത്. സ്വാമി ഗുരുരത്നത്തിന്റെ വാക്കുകളാണിത്. വളരെ സത്യമാണല്ലേ? ജീവിതം അതിന്റെ എല്ലാ തലത്തിലും എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ കൂട്ടുകാരി അഞ്ജുവിന്റെ. അഞ്ജുവും കണ്ണൻ ചേട്ടനും അഞ്ജയും 7 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഓരോരോ സ്ഥലങ്ങളായിട്ട് തലേ ദിവസമേ പ്ലാൻ ഇട്ട് വെക്കും. അങ്ങനെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകും കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു കാര്യം? ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടു, നല്ല വ്യക്തിത്വം എന്ന് തോന്നി, അത് ഓക്കെ. എന്നാൽ അവരെ പല വർഷങ്ങൾ കൊണ്ട് അറിയുമ്പോൾ അവരുടെ ലുക്കോ പണമോ ഒന്നുമല്ല, അതിനേക്കാൾ 10 ഇരട്ടി അട്രാക്റ്റീവായി നമുക്ക് തോന്നുന്നത് അവരുടെ കൈൻഡ്നസ്, ലവ്, റെസ്പെക്ട്, ഹോണസ്റ്റി, അതുപോലെ ലോയൽറ്റി ഒക്കെ ആയിരിക്കും. ഇത് ഫാമിലി ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലും കറക്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നോക്കിയാൽ നമ്മളെക്കാൾ ഒരുപാട് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് അഞ്ജുവും കണ്ണൻ ചേട്ടനും അഞ്ജയും. എന്നാലോ ഇത്രയും ഡൗൺ ടു വർത്തായ കൈൻഡായ മനുഷ്യരെ ജീവിതത്തിൽ കൂട്ടായി കിട്ടുന്നത് എത്ര ഭാഗ്യം എന്ന് തോന്നിയ കുറെ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെ നമ്മൾ തനിച്ച് ജീവിക്കാം എന്ന് പഠിപ്പിച്ചു തരാനാണ്. എന്നാൽ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നടന്ന് കയറി വരുന്നത് നമ്മുടെ വിശ്വാസം, സമയം, പണം, അധ്വാനം എല്ലാം ആവോളം ചൂഷണം ചെയ്തിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് അടുത്ത ഒരാളെ ചതിക്കാനും പറ്റിക്കാനും പണം അപഹരിക്കാനും വേദനിപ്പിച്ച് രസിക്കുന്ന നാർസിസ്റ്റ് മനോഭാവമുള്ള സമൂഹത്തിലെ ഏറ്റവും നല്ലവനെന്ന് തോന്നിപ്പിച്ച് എല്ലാവരെയും പറ്റിക്കുന്ന പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയവരെ കുറിച്ച് ചിന്തിച്ചു കളയുന്ന സമയമില്ലേ? അതിന്റെ പാതി സമയം മതി ഇപ്പൊ കൂടെയുള്ളവരുമായിട്ട് ഹാപ്പി ആയിരിക്കാനും ജീവിതത്തെ മനോഹരമായൊരു കാവ്യം പോലെ സുന്ദരമായി എഴുതി തീർത്ത് മടങ്ങിപ്പോകാനും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നും. അങ്ങനെ ജീവിതത്തിൽ കടുത്ത നാർസിസ്റ്റിക് അബ്യൂസിൽ കൂടി കടന്നു പോയിരുന്ന ഞാൻ തകർന്നു നിന്ന ഒരു സമയം 3 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബർ എന്ന പരിചയത്തിൽ മെസ്സേജിൽ കൂടി പരിചയപ്പെട്ട് ഇപ്പോൾ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായ ആളാണ് അഞ്ജു. ഒരമ്മയ്ക്ക് ജനിക്കാതെ പോയ ഇരട്ടകളാണ് ഞങ്ങൾ എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇനി അഞ്ജുനെയും ഫാമിലിയെയും ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തി തരാം. അതിനുമുമ്പ് നമ്മുടെ പൂപ്പലി വിശേഷങ്ങൾ പറയാം. കൊറോണ കാലത്തിന് മുമ്പുള്ള പൂപ്പലി അതായിരുന്നു ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ പൂപ്പലി. അതിനുശേഷമുള്ള 2-3 വർഷങ്ങൾ വളരെ മോശമായിട്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ആയിരുന്നു. 1-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ജാനുവരിയിലാണ് സാധാരണ പൂപ്പലി തുടങ്ങുന്നത്. ഇതിപ്പോ രാത്രി ഇത്രയും തിരക്കാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പകൽ സമയത്ത് ഇവിടുത്തെ തിരക്ക് 1-ാം തീയതി മുതൽ ഭയങ്കര തിരക്കായിരുന്നു ഇപ്രാവശ്യം. കാരണം നല്ല ഭംഗിയുണ്ട് എന്നുള്ള ആ ഒരു ശ്രുതി എല്ലായിടത്തും പരന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെ കാല് കുത്താൻ സ്ഥലം ഇല്ലാത്ത വിധത്തിൽ ഡേ ടൈം ഇവിടെ ഭയങ്കര ആളും തിരക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാത്രി പോകാമെന്ന് ഓർത്തു. ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കാണുകയും ചെയ്യാലോ എന്ന് ഓർത്തു. പിന്നെ നല്ല തണുപ്പുമാണ്. ജാനുവരി ഫെബ്രുവരി വരെ ഇവിടെ നല്ല തണുപ്പും കൂടിയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എല്ലാം ആസ്വദിച്ച് 13 ഏക്കറിൽ പരന്ന കിടക്കുവാണ് കേട്ടോ. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ വീഡിയോയിൽ എന്താവുന്നതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഒരു സ്ഥലത്ത് മുഴുവൻ കാർഷിക മേള, മറ്റൊരു സ്ഥലത്ത് മുഴുവനും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. പിന്നെ ഇങ്ങനെ കിലോമീറ്ററോളം നമ്മളിങ്ങനെ നടക്കണം. നല്ല ഭംഗി, പൂക്കളുടെ ഒരു വസന്തം തന്നെ. ഇത് ഇവിടെ തന്നെ നമ്മൾ കൊണ്ടുവെക്കുന്നതല്ല കേട്ടോ. ഇത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. ഇവിടെ തന്നെ വളർത്തി പരിപാലിക്കുന്നതാണ്. എല്ലാ വർഷവും പൂപ്പലി പോലെ ഇതുപോലെ മേളയായിട്ട് സംഘടിപ്പിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും, ഒരു വീട്ടിലെ എല്ലാവരും അവിടെ പോയിട്ട് ഒപ്പിട്ടിട്ടേ പോകത്തുള്ളൂ എല്ലാ വർഷവും കേട്ടോ. വയനാട്ടുകാരുടെ ഒരു ദേശീയ ഉത്സവം എന്ന് തന്നെ പറയാം. അതാണ് നമ്മുടെ പൂപ്പൊലിയും. പിന്നെ പള്ളിക്കുന്ന് പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത് എല്ലാ മത വിഭാഗത്തിൽപ്പെട്ടവരും വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഫെബ്രുവരിയില്. അപ്പൊ ഇത് ഡിസംബറിലാണ് അഞ്ജു ഫാമിലി വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ പിന്നെ അഞ്ജി ബിടെക് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് എംടെക് ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്. അവർക്ക് ഒരു മോനാണ് കേട്ടോ. അഞ്ജിയും അശ്വിനും ഒരേ ഏജ് ആണ്. 1 മാസമാണ് അവരുടെ പിന്നെ ബർത്ത്ഡേയും ഒരേ വർഷമാണ് അവർ ജനിച്ചത്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ മക്കളാണ് കേട്ടോ.
അങ്ങനെ അപ്പം അങ്ങനെ വരാൻ വേണ്ടിട്ട് പ്ലാൻ ഇട്ടിരുന്നു. പക്ഷെ ടൈം ഒക്കെ അറേഞ്ച് ചെയ്തു. 3 വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ട് എല്ലാ ദിവസവും നമ്മൾ വിശേഷങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുമെങ്കിലും നേരിട്ട് കാണാൻ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, അതുപോലെ ഇപ്പോഴാണ് അതിന് ഒരുങ്ങി വന്നത്. അങ്ങനെയാണ് 7 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര്. ഈ 7 ദിവസം എന്ന് വെച്ചാൽ 7 സുന്ദരമായ രാത്രികള് 7 സുന്ദരമായ പകലുകളുമായിരുന്നു കേട്ടോ. എന്റെ ജീവിതത്തില് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 7 ദിവസങ്ങള്. ഇനി മുന്നോട്ട് നമുക്ക് പലപ്പോഴായിട്ട് കിട്ടാനിരിക്കുന്ന ദിവസങ്ങള്, അതിന്റെ ഒരു ഓർമ്മയാണ് നമ്മുടെ 7 ദിവസങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഒത്തിരി നല്ല ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ അധികം കയറിയില്ല കേട്ടോ. ഓൾറെഡി ഇവര് ഒത്തിരി ടൂറ് നടക്കുന്നവരാണ്. എപ്പോഴും വേറെ രാജ്യങ്ങളിൽ പോവുക, ബാക്കിയുള്ള വീട്ടിലാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഒത്തിരി ടൂർ അടിച്ച് നടക്കുന്നുണ്ട്. അവർക്ക് എനിക്കറിയാം മഞ്ജുവിന് കൂടുതൽ താല്പര്യം ഇങ്ങനെ പ്രകൃതി, അതുപോലെ പിന്നെ എന്താ മലയും കുന്നും പ്രകൃതിയും പൂക്കളും അങ്ങനത്തെയൊക്കെയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം കാണാനും കേൾക്കാനും. ഇതുപോലെയുള്ള സംഗതികളിൽ ഇഷ്ടംപോലെ കയറിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് അധികം ശ്രദ്ധ തിരിച്ചില്ല കേട്ടോ. കണ്ടും കേട്ടും വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് ഒത്തിരി അതിന്റെ ഇടയ്ക്ക് പോപ്കോൺ ഒക്കെ മേടിച്ച് കടലയൊക്കെ കഴിച്ച് ഒത്തിരി തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ടയേർഡാവും, പിന്നെ പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഈ വീട്ടിൽ ഊണെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവിടെ ആകുമ്പം നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റ് ജസ്റ്റ് ഇട്ട് തണ്ണിമത്തങ്ങേന്റെ ജ്യൂസ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഒരുങ്ങിയിട്ട് നമ്മൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ നമ്മൾ തലേ ദിവസം ഡിസൈഡ് ചെയ്യും എങ്ങോട്ടേക്കാ പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ പോയി കണ്ട് അങ്ങനെ ഒട്ടും സമയം കളയാതെ നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു. എന്നാൽ ഒന്നിച്ച് 7 ദിവസങ്ങൾ നല്ല രസകരമായിട്ട് തീർക്കുമായിരുന്നു കേട്ടോ. എങ്ങനെ ഇവിടെ ഇപ്പൊ റോസാപ്പൂവിന്റെ ഒക്കെ തന്നെ ഒരു 1.5 ഏക്കർ തന്നെ ഉണ്ട് കേട്ടോ വളർത്തി. അങ്ങനെ തന്നെ അതൊക്കെ പകല് വന്നാലാ കൂടുതൽ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുക. രാത്രി ആകുമ്പോൾ ഈ ലൈറ്റിങ്ങിന്റെ കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും ക്ലാരിറ്റിയിൽ കിട്ടില്ല. പക്ഷെ മനോഹരമായിരുന്നു കാഴ്ചകൾ, കണ്ടു നടക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പൊ നമ്മളെല്ലാവരും കൈവിട്ടു പോകും. പിന്നെ അവിടെ വിളിച്ചു പറയിപ്പിക്കണം, അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഓളത്തിൽ ഒഴുകുമായിരുന്നു എന്ന് പറയാം. ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. അത്ര തിരക്കായിരുന്നു, പക്ഷെ അത്ര മനോഹരമായിരുന്നു ഈ പ്രാവശ്യത്തെ പൂപ്പൊലി. അഞ്ജു ഞാനും സംസാരിക്കുമ്പോ ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, അഞ്ജുവിന് ഇങ്ങനെ പ്രകൃതി, അതുപോലെ നാടൻ ഭക്ഷണ സാധനങ്ങള്, ഇപ്പൊ ചക്ക, മാങ്ങ, കപ്പ, ചേന, ചേമ്പ് അങ്ങനത്തെ ഒക്കെ പുഴുക്കള്, ഇങ്ങനെ കാടും കുന്നും മലയൊക്കെ കയറി നടക്കുക, ആ ഒരു രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവര് ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ 2 പേരുടെ ഫാമിലി, ജയകുമാർ എന്നാണ് അഞ്ജുവിന്റെ ഹസ്ബൻഡിന്റെ പേര്, കണ്ണൻ ചേട്ടൻ നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇവരുടെ 2 പേരുടെയും ഫാമിലി ചെറുപ്പം മുതലേ ബിസിനസ് ഫാമിലിയാണ്, എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ ആ രീതിയിൽ അപ്പൊ ഇവര് സെർവന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ്, ആ ഒരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് അഞ്ജുവിന്. പക്ഷെ ഞാൻ എന്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കർഷക ഫാമിലിയാണ്, നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ പ്രകൃതിയായിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫാമിലിയിൽ എന്റെ അപ്പച്ചനൊക്കെ 3 ആമക്കളാണ്, അവര് ചേട്ടനനിയന്മാര്. അപ്പൊ 3 പേർക്കും കൂടി 7 മക്കളാണ് ഞങ്ങൾ 7 മക്കളെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഓഫ് ഡേ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരുമാതിരി അല ഒഴിഞ്ഞ് നടക്കാന്ന് പറയില്ല, നാടൻ ഭാഷ പറഞ്ഞാൽ ഇങ്ങനെ കെട്ടഴിഞ്ഞ പശുക്കളൊക്കെ നടക്കും പോലെ ആ ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ അഴിച്ചു വിടുന്നല്ല, നമ്മൾ അഴിഞ്ഞു പോകുന്നതാണ്, ആ രീതിയിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ആണ് ചുറ്റുപാടും ഒക്കെ. അപ്പൊ അവിടുത്തെ പിള്ളേരും വരും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു 10-12 പേരുണ്ടാവും. എല്ലാവരും കൂടി ഉള്ള കുന്നും മലയെല്ലാം സാറ്റ് കളി എന്നൊക്കെ പറഞ്ഞ് കുറെ കളികളുണ്ട്, കബഡി, സാറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉള്ള നമ്മുടെ തന്നെ സ്ഥലങ്ങൾ കുറെ ഉണ്ട്. ആ കൂടെ വയലുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് അയൽവക്കംകാരുടെ സ്ഥലം. എല്ലാവരും കൂടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബന്ധുക്കളുടെ ഒക്കെ വീട്ടിലേക്ക് നടന്ന് നമ്മളുടെയും ഒക്കെ പറമ്പിലേക്ക് നടന്ന് ഈ കിട്ടുന്ന ഒക്കെ പറിച്ച് കഴിക്കും. പേരയ്ക്ക, ചാമ്പങ്ങ, മാങ്ങ, ഈ പപ്പായ എല്ലാം ഉണ്ടാവും ഇങ്ങനത്തെ. അതെല്ലാം ഇങ്ങനെ പറിച്ച് കഴുകാതെയൊക്കെ കഴിക്കുക, ഇങ്ങനെ കുത്തിമറിഞ്ഞ് നടക്കാന്നറിയില്ല, അങ്ങനെയാട്ടോ. അങ്ങനെ ഈ പശുക്കളെയൊക്കെ മേയാൻ വിടത്തില്ല, അതേ സീനായിരുന്നു ഞങ്ങളുടെ ചെറുപ്പട്ടോ. എന്നിട്ട് വയലൊക്കെ അവസാനം നമ്മൾ വീട്ടിൽ കയറി വന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു വലിയ കുളം ഉണ്ട് കേട്ടോ, നീന്തൽ കുളം. ആക്ച്വലി എന്റെ അമ്മയൊക്കെ ഞങ്ങൾ പെറുക്കിയെടുത്തോണ്ട് പോയി തുണി മാത്രമല്ല അലക്കുക, നമ്മളെയും കൂടി അലക്കുക എന്ന് പറയാം. അതേ രീതിയിൽ അലക്കി ഒളിപ്പിച്ചെടുക്കണം കേട്ടോ, അങ്ങനെയായിരുന്നേ. എന്നിട്ട് അലക്കി ഉണങ്ങാൻ ഇങ്ങനെ വെയിലത്ത് കൊണ്ടുവെക്കുക, അങ്ങനത്തെ ലൈഫായിരുന്നു എന്റെ കേട്ടോ. അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ ചെറിയ എനിക്കിതൊക്കെ കേട്ടിട്ട് കൊതിയാവുന്നു, എനിക്ക് ഇങ്ങനത്തെ ലൈഫ് ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ലൈഫ് ഭയങ്കര കൊതിയാവുന്നു, ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയട്ടോള്. അപ്പൊ എനിക്കറിയാം അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അവര് ഫസ്റ്റ് ഡേ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ വട്ടയപ്പവും ബീഫ് കറി ഉണ്ടാക്കി കൊടുത്തിട്ട് ചക്കയുടെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറെ ചക്ക ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കപ്പ പുഴുക്ക് അങ്ങനത്തെ ഒക്കെ അഞ്ചിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് പോകുമ്പോ. ഫുഡ് ആണെങ്കിലും നമ്മുടെ നാട്ടിലാകുമ്പോൾ കുറേയും കൂടി നാടൻ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് അങ്ങനെ പുറമേ നിന്ന് പോയിട്ട് നാടൻ രീതിക്കുള്ളത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയും കൂടിയാണ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. എങ്ങനെയൊക്കെ പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ, വർത്താനം പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട്. ഇത് നമ്മുടെ വീഡിയോയിൽ മൊത്തം പകർത്തുമ്പോൾ അത്രയും ഭംഗി വന്നിട്ടില്ല, രാത്രി ആയതുകൊണ്ടും ലൈറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പക്ഷെ പകലൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷമാണ്. ഓവറോൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ പ്രാവശ്യത്തെ പൂപ്പലി അടിപൊളിയായിരുന്നു എന്ന്. എന്നെ സംബന്ധിച്ചും അശ്വിനെ സംബന്ധിച്ചും ഞങ്ങൾ ജീവിതത്തിൽ ഒത്തിരി പലവട്ടം ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ഒത്തിരി വേദനിക്കപ്പെട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫാണ് എന്റെ അശ്വിന്റെ കേട്ടോ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നത് എനിക്കും അശ്വിനും ഒത്തിരി നല്ല ഫ്രണ്ട്സ്, ജെന്യുവൻ സോളായിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയാം. ഒരു വശത്ത് നോക്കുവാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇതുപോലെ ഒത്തിരി നല്ല ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും തന്നെ ദൂരെയാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ നമ്മളെ അടുത്തേക്ക് വരാനും നമുക്ക് നേരിട്ട് പിന്നെ കണ്ട് മിണ്ടി അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കാനും എനിക്ക് പറ്റത്തുള്ളൂ. പക്ഷെ ഓരോരുത്തരും ഇതുപോലെ വരുമ്പോൾ ഞാൻ അതുപോലെയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മുന്നോട്ട് നമുക്ക് ഇവരെയും കാണേണ്ടവരാണ്. ഇനി നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്ന നിങ്ങളും ഇവരെ വീണ്ടും കാണാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്ചർ തന്നത്. ഒത്തിരി സന്തോഷമുള്ള 7 ദിവസങ്ങളായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് അടുത്തത്. ഇനി അവര് എല്ലാ ടൈമൊക്കെ അറേഞ്ച് ചെയ്ത് അതുപോലെ വരാൻ പറ്റുന്ന സമയം നോക്കിയിരിക്കുകയാണ്. ശരിക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഇവര് പോയ ദിവസം. അശ്വിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അവർക്കും അങ്ങനെ തന്നെ നമുക്കും അങ്ങനെ തന്നെ. പക്ഷെ ആ ഉള്ള 7 ദിവസങ്ങൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. എന്നെ സംബന്ധിച്ച് കാടും പുഴയും മൃഗങ്ങളൊക്കെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അഞ്ജുവിനും അതുപോലെ കണ്ണൻ ചേട്ടനും അഞ്ജുവിനും ഒട്ടും പേടിയില്ല, അശ്വിനും ഒട്ടും പേടിയില്ല കേട്ടോ. അവർക്ക് അത് ഭയങ്കര ത്രില്ല. അപ്പൊ ഞാൻ ഇവര് വരുന്നതിന് മുമ്പ് തന്നെ അശ്വിനോട് പറഞ്ഞായിരുന്നു കുറുവാദ്വീപ് അങ്ങനെയുള്ള പുഴ പിന്നെ ആനിമൽസ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, കാട്, അങ്ങനത്തെ കാര്യം മിണ്ടി പോരത് ഇവിടെയുള്ള കാര്യം എന്ന് പറയുക. പക്ഷെ ഇവർ അത് തന്നെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് എന്നെയും കൊണ്ടുപോയി എന്റെ പേടി മാറ്റാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറെ സ്ഥലത്തോട്ട് പോയി. അതൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിടാം കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു. പിന്നെ നമ്മള് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ 13 ഏക്കറാണ് ഇത്. അപ്പൊ ആ 13 ഏക്കറിൽ കുറെ സ്ഥലമൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ 2 കിലോമീറ്റർ ദൂരെ അവർ കാർ കൊണ്ടിട്ട് എന്റെ ഓട്ടോയ്ക്ക് പോയി അശ്വിനും അഞ്ജയും കൂടി പോയിട്ടാണ് കാർ എടുത്തിട്ട് വന്നത്. അത്രയും തിരക്കായിരുന്നു കേട്ടോ. അവിടെ കാർ പാർക്കിങ്ങിനൊന്നും ഏരിയേ ഇല്ല. അങ്ങനെ നമ്മള് തിരിച്ച് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അതാണ് പ്ലാൻ കേട്ടോ. പിന്നെ ഇവർ ഈ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോ ഞാനിത് കൊതിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഈ ലക്ഷറി കാറിലൊന്ന് കയറുന്നിടത്ത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര കംഫർട്ട്. പിന്നെ ഇതിനകത്താണെങ്കിലും പാട്ടും ലൈറ്റിങ്ങും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു DJ മൂഡ് തന്നെയായിരുന്നു കേട്ടോ. കാറിനകത്തുള്ള യാത്രയും നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ സൗഗന്ധിക, നമ്മളെപ്പോഴും ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെ പക്ഷെ ഈ പൂപ്പല് നടക്കുന്ന സമയമായതുകൊണ്ട് ഭയങ്കര തിരക്ക്. അപ്പൊ അവിടെ നമുക്ക് സീറ്റേ ഇല്ല. പിന്നെ നമ്മള് ഓൾറെഡി അവിടെ ഒത്തിരി പേര് ക്യൂ നിൽക്കുവാണ് അടുത്തായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും തിരക്കാണ് അവിടെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അത്രയും നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നി നമുക്ക് അടുത്ത റെസ്റ്റോറന്റിലേക്ക് പോകാൻ തോന്നി. ഇതെല്ലാം ഈ അമ്പലവയല് ബത്തേരി ആ റൂട്ട് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ എല്ലാ സ്ഥലത്തും. അതേപോലെ ജാനുവരി 1 മുതൽ 18 വരെയാണ് പൂപ്പലി എല്ലാ വർഷവും തന്നെ നടക്കുന്നത്. ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. നമുക്ക് അത്രയും തിരക്കും കാര്യങ്ങളും ആയിരിക്കും എല്ലായിടത്തും. അപ്പൊ നമ്മള് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഓർത്ത്. ഇത് സൗഗന്ധിക നമ്മളെപ്പോഴും വരുന്ന ഞാൻ എന്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയി. അത് ഫുഡ് പേ എന്ന് പറയുന്ന തൊട്ടടുത്ത് തന്നെയുള്ള വേറെ റെസ്റ്റോറന്റ് ആട്ടോ. അവിടെ ഞങ്ങൾ വരാറുണ്ട്. ഈ പറയുന്ന സ്ഥലത്തൊക്കെ നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഇവിടെ പോകുന്ന വഴിയും വരുന്ന വഴി മുഴുവൻ ഞങ്ങൾ സംസാരവും ഒരേ വിശേഷങ്ങൾ പറച്ചിലും തമാശ പറച്ചിലും കളിയാക്കലും ഒക്കെയാണോ. അഞ്ജു എന്ന് പറയുന്നത് ശരിക്കും ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ. അമ്മയും മോനെന്ന് പറയാൻ പറ്റത്തില്ല, സ്കൂൾ പിള്ളേരെ പോലെയാണ് കേട്ടോ. അത്രയും അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ് കേട്ടോ. അതേ രീതിക്കാണ് കേട്ടോ. അപ്പം അഞ്ചു പറയാണ് കേട്ടോ. ഇവര് ഫുഡ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് പീസിന് വേണ്ടിയിട്ട് ചിക്കന്റെ ബ്രസ്റ്റ് പീസിന് വേണ്ടിയിട്ട് അഞ്ചു കിടന്ന് വഴക്ക് കൂടുന്നത് അവസാനം പിന്നെ കണ്ണൻചേട്ട ഇവര് രണ്ടിന്റെ അടി കണ്ട് നോക്കി രസിച്ചിരിക്കത്തേ ഉള്ളൂ കേട്ടോ. ഇവര് കഴിച്ചിട്ട് ബാക്കി ഉണ്ടേ കഴിച്ചാൽ മതി എന്നുള്ള വീട്ടിൽ അതൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു ഞങ്ങൾ കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് അശ്വിന് ഞാനും കൂടി ഫുഡ് കഴിക്കാൻ പോയ അശ്വിന്റെ ഒരു അലിഖിത നിയമം പോലെയാ. ഞാനല്ലേ ചെറുത്, അമ്മയ്ക്ക് ചെറുത് മതിയല്ലോ, ഞാൻ വലിയ പീസിങ് എടുത്തേക്കാം, അങ്ങനെ ഒരു രീതിയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ കൊടുത്ത് എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ്, എല്ലാവർക്കും വേറെ ചോയ്സ് ആയിരുന്നു കേട്ടോ.
ഇവര് ശരിക്കും പറഞ്ഞ കൂട്ടുകാരെ എന്റെ ഗസ്റ്റ് ആണ്. പക്ഷെ ഈ ഒരു 7 ദിവസം എന്നെ കൊണ്ട് പേ ചെയ്യിക്കാൻ ഇവര് സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം അവർ തന്നെയായിരുന്നു പേ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. സമ്മതിക്കത്തേ ഇല്ല, അങ്ങനെ ഒരു രീതിയായിരുന്നു കേട്ടോ. അത്രയും എന്താ പറയാ ജെന്യുവൻ ആയിട്ടുള്ള നല്ല മനുഷ്യരാണ് അവർ കേട്ടോ. അങ്ങനെ എന്തായാലും നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പൊക്കെ കഴിച്ച് ബാക്കി ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാവരും ഷെയർ ഒക്കെ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോരും. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ ദിവസവും നമ്മൾ വീണ്ടും സംസാരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വർത്താനം പറഞ്ഞ് വൈനൊക്കെ കഴിച്ച് അങ്ങനെ ഭയങ്കര രസമായിട്ടായിരുന്നു. പിന്നെ രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ പിറ്റേ ദിവസം പക്ഷെ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകും കേട്ടോ. കുറച്ച് ദിവസങ്ങളല്ലേ ഇവർക്കുള്ളൂ, ഇവന് ക്ലാസ് ഉള്ളത് കൊണ്ട് അഞ്ചേക്ക് അങ്ങനെ ഒത്തിരി ദിവസം നമ്മളുടെ അടുത്ത് പിരിഞ്ഞ് നിൽക്കാനും പറ്റത്തില്ല, ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട്. അപ്പൊ ആ രീതി അപ്പൊ നമുക്ക് ഉള്ള സമയം മുഴുവൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്ത് 1-2 സ്ഥലമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മള് ചൂരൽമല ഉണ്ടല്ലോ, നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം, അതിന്റെ അപ്പുറം 2.5 കിലോമീറ്റർ ദൂരെ അട്ടമല എന്ന് പറയുന്ന ഒരു ഹിൽ ആണ് ഇത്. ഇവിടെ ഏറ്റവും ഹൈറ്റിലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള പിന്നെ ഇങ്ങനെ ബ്രേക്കിംഗ് സൗണ്ടും നടക്കുമ്പോ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ ഇങ്ങനത്തെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. നല്ല രസമായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കേട്ടോ. ഇവിടെ വന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എഡിറ്റ് ചെയ്തിട്ട് ഇടാം. നല്ല രസമായിരുന്നു. കുറച്ച് ഉച്ച കഴിഞ്ഞ് വരുന്നതായിരുന്നു നല്ലത്. പക്ഷെ നമ്മൾ ഇത്രയും ദൂരം അല്ലേ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഇച്ചിരി നേരത്തെ പോകുന്നു. പിന്നെ 2 സ്ഥലം നമുക്ക് അന്ന് കാണാൻ പ്ലാനുള്ളതുകൊണ്ട് അപ്പൊ കുറച്ച് വെയിലുണ്ടായിരുന്നു. എന്നാലും ഭയങ്കര ചൂടില്ല. ഈ ഒരു കാലഘട്ടം അല്ലേ, ഡിസംബർ ജാനുവരി ഫെബ്രുവരി വരെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അവിടെ നിന്ന്. അഞ്ജുവിന് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ മലകളും കുന്നുകളും പ്രകൃതിയും കാണുന്ന. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. കമന്റ് ലൈക്ക് ഷെയർ വേണം കേട്ടോ കൂട്ടുകാരെ. അപ്പൊ ശരി, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.